നമ്മളെ കണ്ണൂരിലെ സിസ്റ്റം ഭയങ്കര പൊളിയാണ്. ഇപ്പം അങ്ങനെ ഭർതൃ വീട്ടിൽ പീഡനം, ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ ഈ അടുത്ത കാലങ്ങളിലായി നാം കേൾക്കുകയും കാണുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ കണ്ണൂർ ജില്ല ഒഴികെയുള്ള മറ്റു ജില്ലകളിലെ പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക. കണ്ണൂരിൽ വിവാഹിതരായ പെൺകുട്ടികൾ സ്വന്തം ഉമ്മ വാപ്പാരോടൊപ്പമാണ് താമസം. അങ്ങനെ ഇതൊരു എഴുത്താട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. കെട്ടിയ പെണ്ണിൻ്റെ ഭർത്താവ് പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കും, പുതിയാപ്ല എന്നാണ് വിളിക്കുക കണ്ണൂരിലെ. ആ വിളി മരിച്ചാലും കേൾക്കാമെന്നാണ് പറയുന്നത്. നമ്മളെ പുതിയാപ്ലയുടെ ഖബറാണ് ഇത് എന്ന് പറയുമല്ലോ മരിച്ചു കഴിഞ്ഞാൽ. കണ്ണൂരിലെ പുതിയാപ്ലമാരെ സംബന്ധിച്ചിടത്തോളം രാജകീയമായ ജീവിതമാണെന്നാണ് എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം അളിയന്, അതായത് കെട്ടിയ പെണ്ണിൻ്റെ ആങ്ങള കാറും എടുത്തിട്ട് കൂട്ടാൻ വരുമല്ലോ, ഒരാഴ്ചയൊക്കെ അങ്ങനെ വരും. ഇപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് എന്ന് എഴുത്തുകാരൻ പറയാണ്. വധുഗൃഹത്തിൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലക്ഷറി സൂട്ട് പോലെയുള്ള മണിയറ ഉണ്ടാവുന്ന കെട്ടിയ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും അവരൊക്കെ ചൂടത്ത് കിടന്നാൽ, അതായത് ചൂടിന് കിടന്നാലും പുയ്യാപ്പിളക്കും മകൾക്കും AC റൂം, ഇന്നത്തെ ബെഡ്റൂം 4-5 ലക്ഷം രൂപ വരുന്ന അങ്ങനെയുള്ള ബെഡ്റൂമാണല്ലോ ഒരുക്കുക. വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ്. രാവിലെ പുതിയാപ്പിള ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് 2 നാടൻ പുഴുങ്ങിയ കോഴിമുട്ട, പശുവിൻ്റെ നെയ്യിൽ വാട്ടി പഞ്ചസാര മുകളിൽ വിതറിയ നേന്ത്രപ്പഴം, അതേപോലെ തന്നെ 10 മണിയായാൽ നെയ്യ് പത്തലും ബീഫും, വാഴയില ചുട്ട അരിപ്പത്തൽ, അങ്ങനെ ചിക്കൻ കറി. അതും കഴിച്ചിട്ടാണ് പുതിയാപ്പിള തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമല്ലോ, സ്വന്തം ഉമ്മാൻ്റെ അടുത്തേക്ക് പോകും. അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ പൂതിയുണ്ടോ? രാവിലെ നാസ്തയും കഴിച്ച് വധുഗൃഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുക്കളയിലെ മൂലയിൽ ഒളിഞ്ഞു നിന്നിട്ട് അമ്മായിയമ്മാൻ്റെ ഒരു ചോദ്യമുണ്ട്, ഭാര്യൻ്റെ ഉമ്മയുടെ, പുതിയാപ്പിളെ ഉച്ചക്ക് ചോറിനുണ്ടാവുമോ എന്ന്. അങ്ങനെ ഉച്ചക്കെങ്ങാനും ചോറിന് ഉണ്ടെങ്കിൽ 4-5 തരം കറിയാണല്ലോ. അയക്കൂറ ഫ്രൈ, അതേപോലെ തന്നെ ബീഫ് ഫ്രൈ. ഒന്നും പറയണ്ട, വിഭവസമൃദ്ധമായ ഒരു ഫുഡ് തന്നെ അവർ ഒരുക്കുന്നതാണ്. വെള്ളിയാഴ്ച പുതിയാപ്പിള ഉച്ചക്ക് ചോറിനുണ്ടെങ്കിൽ പറയുകയും വേണ്ട. ബിരിയാണി വേറെ, അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, 4-5 തരം ഫ്രൂട്ട്സ്, അതും കഴിച്ച് ഉച്ച ഉറക്കമുണ്ട്. ഉച്ച ഉറക്കവും കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾക്ക് വൈകുന്നേരത്തെ ചായക്ക് സമയമായിന്നാ. കഴിച്ചാൽ മതിയെന്നില്ലേ കണ്ണൂരിന്ന്. അമ്മായിയമ്മയുടെ വക വ്യത്യസ്ത തരത്തിലുള്ള പലഹാരക്കടികളാണെന്നാ. സത്യം പറഞ്ഞാൽ അമ്മായിയമ്മ പുതിയാപ്പിളയെ സൽക്കരിക്കുന്നത് പോലെ ഒരു ഉമ്മയും സ്വന്തം മകനെ സൽക്കരിച്ചിട്ടുണ്ട്